അമേരിക്കൻ സൈനിക ചരിത്രത്തിലും വൈറ്റ് ഹൌസിന്റെ തീരുമാനങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ തകർക്കപ്പെട്ട F-15 യുദ്ധവിമാനത്തിന്റെ പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട് സൈനിക കമാൻഡർമാർക്കിടയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നുവെന്ന് ട്രംപ് പരസ്യമായി സമ്മതിക്കുകയാണ്. സൈനിക നീക്കങ്ങളിൽ വൈറ്റ് ഹൌസും പെന്റഗണും തമ്മിലുള്ള ഏകോപനത്തിൽ വിള്ളലുകൾ വീഴുന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് ഈ കുറ്റസമ്മതം വിലയിരുത്തപ്പെടുന്നത്. രക്ഷാദൌത്യവുമായി മുന്നോട്ടു പോകാനുള്ള തന്റെ തീരുമാനത്തെ എല്ലാ സൈനിക മേധാവികളും പിന്തുണച്ചിരുന്നില്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. എല്ലാവരും ഈ പദ്ധതിക്ക് അനുകൂലമായിരുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അതീവ അപകടകരമായ ഒരു സാഹചര്യത്തിൽ സൈനിക നേതൃത്വം എത്രത്തോളം സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ശത്രുപക്ഷത്തിന്റെ ശക്തമായ പ്രതിരോധമുള്ള മേഖലയിലേക്ക് സൈനികരെ അയക്കുന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചില കമാൻഡർമാർ ഭയപ്പെട്ടിരുന്നതായാണ് സൂചനകൾ. സാധാരണഗതിയിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഇത്തരം സൈനിക വിയോജിപ്പുകൾ പ്രസിഡന്റ് തന്നെ പരസ്യമാക്കിയത് രാഷ്ട്രീയ വൃത്തങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. സൈന്യത്തിനുള്ളിലെ കമാൻഡ് സ്ട്രക്ചറിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ പുറത്തുവരുന്നത് സൈനികരുടെ ആത്മവീര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. എങ്കിലും ഭിന്നതകൾ നിലനിൽക്കെ തന്നെ ദൗത്യവുമായി മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. യുദ്ധഭൂമിയിൽ തകർക്കപ്പെട്ട വിമാനത്തിലെ പൈലറ്റിനെ വീണ്ടെടുക്കുക എന്നത് ഏതൊരു സൈന്യത്തിന്റെയും അന്തസ്സിന്റെ പ്രശ്നമാണ്. എന്നാൽ ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. സാങ്കേതികമായ തടസ്സങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളിലെ പോരായ്മകളും അവർ ചൂണ്ടിക്കാട്ടിയെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രസിഡന്റ്. ഈ വെളിപ്പെടുത്തലിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് തന്റെ ഉറച്ച തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ഉയർത്തിക്കാട്ടാനാണെന്ന് ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നുണ്ട്. സൈനിക മേധാവികളുടെ എതിർപ്പിനെ മറികടന്ന് സ്വന്തം സൈനികനെ രക്ഷിക്കാൻ ഉത്തരവിട്ട ഒരു കരുത്തനായ നേതാവ് എന്ന പ്രതിച്ഛായ നിർമ്മിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഇത് സൈനിക നേതൃത്വത്തോടുള്ള പ്രസിഡന്റിന്റെ അവിശ്വാസവുമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം ആഭ്യന്തര ഭിന്നതകൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായേക്കാം. ഇറാന്റെയും റഷ്യയുടെയും നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സൈന്യവും ഭരണകൂടവും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഇത്തരമൊരു വെളിപ്പെടുത്തൽ ശത്രു രാജ്യങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അതിനു പിന്നിൽ നടന്ന തർക്കങ്ങൾ അമേരിക്കൻ പ്രതിരോധ നയത്തിലെ വിള്ളലുകളാണ് തുറന്നു കാട്ടുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പെന്റഗണിൽ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. സൈനിക തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള വലിയൊരു സംവാദത്തിന് ഇത് തുടക്കമിട്ടിരിക്കുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സൈനികരുടെ ജീവനേക്കാൾ പ്രധാനം നയതന്ത്ര ലക്ഷ്യങ്ങൾക്കാണോ എന്ന ചോദ്യവും ഈ സംഭവത്തോടെ പ്രസക്തമാക്കുകയാണ്. എന്തായാലും ട്രംപിന്റെ ഈ തുറന്നു പറച്ചിൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിക്കുള്ളിലെ അസ്വസ്ഥതകൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നതാണ്. എന്നാൽ ഈ ദൗത്യത്തിന് പിന്നിൽ നിഗൂഢമായ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണവും ശക്തമാണ്. യഥാർത്ഥത്തിൽ വൈമാനികനെ രക്ഷിക്കാനെന്ന പേരിൽ ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്താനുള്ള രഹസ്യ നീക്കമാണ് അമേരിക്ക നടത്തിയതെന്നാണ് പ്രധാനമായും ഉയരുന്ന ഗൂഢാലോചന സിദ്ധാന്തം. ഇസ്ഫഹാനിലെ ആണവ നിലയത്തിൽ നിന്ന് വൻതോതിൽ യുറേനിയം കൈക്കലാക്കാനായിരുന്നു ഈ ശ്രമമെന്നും ഇതിനായി 100-ലധികം സൈനികരെയും വൻ വ്യോമസന്നാഹങ്ങളെയും ഉപയോഗിച്ചത് അസ്വാഭാവികമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദൗത്യം പരാജയപ്പെട്ടതോടെ തെളിവുകൾ നശിപ്പിക്കാനാണ് അമേരിക്ക സ്വന്തം വിമാനങ്ങൾ തന്നെ തകർത്തതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാദം. ഈ വിവാദങ്ങൾക്കിടെ അമേരിക്കൻ കരസേനാ മേധാവി ജനറൽ റാൻഡി ജോർജിനെ പെട്ടെന്ന് പദവിയിൽ നിന്ന് നീക്കിയത് വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാനിലെ യുറേനിയം പിടിച്ചെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ അദ്ദേഹം എതിർത്തതാണ് പുറത്താക്കാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വൈറ്റ് ഹൌസിന്റെ വിശദീകരണങ്ങളെ ലോകം സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്.